വിദ്യാഭ്യാസ അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും നടത്തി. കേരള തണ്ടാൻ മഹാസഭ നീണ്ടകര പരിമണം 168 നമ്പർ ശാഖയിലാണ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തത്. നീണ്ടകര പരിമണം കേരള തണ്ടാൻ മഹാസഭ 168 നമ്പർ ശാഖയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും നടത്തിയത്. KTMS സംസ്ഥാന ജനറൽ സെക്രട്ടറി G വരദരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് R സുഭകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി G ജ്യോതികുമാർ സ്വാഗതം പറഞ്ഞു. ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, അമ്മയുടെ തൊഴിലിന്റെ പേരിൽ ഈ കേരളത്തിൽ തന്നെയാണോ ഇത് സംഭവിച്ചതെന്ന് നമ്മൾ ഓരോ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനു പറയുന്നു, നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള മുന്നേറ്റത്തിൽ നമുക്ക് പ്രോത്സാഹനം നൽകിയിരുന്ന, അല്ലെങ്കിൽ നമ്മളേക്ക് ഈ സാമൂഹ്യ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മഹാത്മാ നമ്മുടെ ശ്രീനാരായണ ദർശനങ്ങൾ, ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ, സംഘടന കൊണ്ട് ശക്തരാകൂ എന്ന ആശയം, അതിനെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് മഹാത്മാ അയ്യങ്കാളി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ. നമുക്കറിയാം, 1914 നമ്മൾ ഊരുട്ടമ്പല സ്കൂളില് പഞ്ചമി എന്ന വിദ്യാർത്ഥിയുടെ സംഭവം. ഇത് പറയാനുണ്ടായ കാരണം ഇന്നലെ നടന്ന സംഭവമാണ്. ജാതിയുടെ പേരിൽ അതിന് തൊട്ടടുത്ത ഒരു സരസ്വതി വിദ്യാലയത്തിൽ വണ്ടിയുടെ കിളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നവരെ ജാതിയുടെ പേരിൽ അവരെ മാറ്റി നിർത്തിയ സാഹചര്യം ഇന്നലെ സംഭവിച്ചതാണ്. കേന്ദ്ര കാര്യാലയ നിർമ്മാണ കമ്മിറ്റി കൺവീനർ MV ജയലാൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗം VM ആരതിലക്ഷ്മി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. KTMS കരുനാഗപ്പള്ളി താലൂക്ക് ഹഡ്കോ കമ്മിറ്റി അംഗം U വിഷ്ണു, ശാഖാ ജോയിന്റ് സെക്രട്ടറി O സുധാമണി, S ലതാകുമാരി, P പ്രകാശ്, P ബാബു, M മനോജ്, P പത്മകുമാർ, D വിനോദ്, A മോഹനൻ, S അജി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള തണ്ടാൻ മഹാസഭ ഇന്ന് ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ സഭ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഏതാണ്ട് ഇപ്പോൾ 76 വർഷം പിന്നിടുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സഭാ കാര്യാലയം ഒരു പുതിയ രീതിയിലോ അല്ലെങ്കിൽ നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെടത്തക്ക തരത്തിലൊരു കാര്യാലയം നമുക്ക് പടുത്തുയർത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ഇപ്പോഴത്തെ ഭരണസമിതി കാര്യമായി പ്രവർത്തിക്കുകയും 10 താലൂക്കുകളാണ് നമുക്കുള്ളത്. ഈ 10 താലൂക്കുകളിൽ നിന്നും ശേഖരിക്കാവുന്ന ഫണ്ടുകൾ ശേഖരിച്ച് അതിൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. 34 ഫയലുകൾ കഴിഞ്ഞു. അതിൻ്റെ ഫയലിംഗ് ജോലി കഴിഞ്ഞു, ഫയൽ ക്യാപ്പ് അടിച്ചു കഴിഞ്ഞു. ഇനി അത് ബീം വാർത്ത് മുകളിലേക്ക് കയറണം. ഈ വേളയിൽ എനിക്ക് അറിയിക്കാനുള്ളത്, ഇവിടെ കൂടിയിരിക്കുന്ന ശാഖാംഗങ്ങൾ എത്ര പേര് സാമ്പത്തികം ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാമ്പത്തികം കൊടുത്തിട്ടുണ്ട്, കൊടുക്കാത്തവരെത്രയുണ്ട്. അതിനു വേണ്ടി ഒരു കാര്യമായ ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞു. മഴയ്ക്ക് മുമ്പ് മുകളിലോട്ട് പണിഞ്ഞ് കയറണം എന്നുള്ള ഒരു താല്പര്യമായിരുന്നു നമുക്ക്. പക്ഷേ ഫണ്ടിൻ്റെ അപര്യാപ്തത കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെയും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അടുത്ത പണി തുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളെപ്പോലെ നിരവധി സംഘടനകൾ, SNDP, KPMS, NSS പോലുള്ള സംഘടനകൾ, ഇവർക്കെല്ലാം അവരുടേതായിട്ടുള്ള അട്രാക്റ്റീവ്, വളരെ ആകർഷണീയമായിട്ടുള്ള കാര്യാലയങ്ങൾ, സഭാ കാര്യാലയങ്ങൾ, കേന്ദ്ര കാര്യാലയങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ലീഡേഴ്സ് തീർച്ചയായിട്ടും ആ കാര്യാലയങ്ങളിലേക്ക് ഒരടപ്പും കൂടാതെ വന്ന് കയറുന്നവരും ലീഡേഴ്സുമായിട്ട് സംസാരിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ അറിയുന്നതിനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് നല്ലൊരു ബിൽഡിംഗ് ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ നമ്മുടെ ആളുകൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.